പെട്ടെന്നായിരുന്നു ശകുനി ദുര്യോധനനോട് ആ കാര്യം പറഞ്ഞത്. ദുര്യോധന, ദ്രൗപദി നമ്മുടേതല്ലേ ഇപ്പോൾ? അങ്ങനെയാണെങ്കിൽ അവളുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും നമുക്ക് അവകാശപ്പെട്ടതല്ലേ? ആ നോട്ടത്തിൽ തന്നെ അതിന്റെ ലക്ഷ്യം ദുര്യോധനനും കർണനും മനസ്സിലാക്കി. ദുശാസന, അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റൂ. സങ്കടം മനസ്സിലാക്കിയ ഭീഷ്മയും വിതുരരും ഗുരുക്കന്മാരും കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഒരു കാഴ്ചയെ തടസ്സമാക്കി. ദുശാസനൻ ദ്രൗപദിയുടെ അരികിലെത്തി. കണ്ണുകൾ അടച്ചു പിടിച്ച് ദ്രൗപദി ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ദുശാസനൻ ദ്രൗപദിയുടെ സാരിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. നിർത്തൂ ദുശാസന,